പറ്റിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഉപ്പ കണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡൽഹി ഭാഗത്തേക്ക് ട്രെയിനിൽ പോവാണെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചോളി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പുള്ള സ്ട്രീറ്റിലുള്ള ഒരു റെസ്റ്റോറന്റ് ആണിത്. പൊതുവേ വൃത്തിയില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് കുറച്ച് വൃത്തിയുള്ള ഒരു റെസ്റ്റോറന്റ് കണ്ടപ്പോൾ അതിൽ കയറിയതായിരുന്നു. 15 റുപ്യന് 4 തന്തൂർ റൊട്ടിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഓരോ ഐറ്റത്തിന്റെ വില ഉള്ള ഒരു ബോർഡും റെസ്റ്റോറന്റിനുള്ളിൽ ഉണ്ട്. കറി ദാൽ ഫ്രൈ ഉണ്ടോ ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു, പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. സാധനം കൊണ്ടുവച്ചപ്പോൾ 2-3 കറിയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ചെറിയ ബൗൾ. അത്യാവശ്യം വിശപ്പുള്ളതിനെ കൊണ്ട് വേഗം സാധനം തിന്നലും തുടങ്ങി. ഈ കാണുന്ന കറിയൊക്കെ 30, 40, 50 ആണ് വരുന്നത്. ഏറിപ്പോയാൽ അത്രല്ലേ വരുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ നിലത്ത് കൂടി ഓടുന്ന എലിന്റെ മേത്തൊന്നും ചവിട്ടാണ്ട് ഞങ്ങൾ എന്തൊക്കെ ആക്കി ഭക്ഷണം കഴിച്ച് ബില്ല് ഒഴിച്ചപ്പോഴാണ് ഇങ്ങനൊരു സാധനം കൈ തന്നത്. ഒരാൾ തിന്ന സാധനത്തിന്റെ പേരാണല്ലോ 380 റുപ്യ. ലാസ്റ്റ് കാണുന്നതാണല്ലോ നമ്മൾ കഴിച്ചത്. പിന്നെ കുറച്ചു നേരം അറിയുന്ന ഹിന്ദിയിലൊക്കെ എന്തൊക്കെ ചീത്തയൊക്കെ പറഞ്ഞു നമ്മൾ. കാരണം ഈ ഒരു ബോർഡ് ഒരു മേശന്റെ ഉള്ളിൽ നിന്ന് എടുത്തതാണ്. വില എഴുതിയ ബോർഡ് ഇങ്ങോട്ട് സാധനമേ കാണാനില്ല. ഇതും പറഞ്ഞ് അടി ഉണ്ടാക്കുമ്പോണ്ട് ഇതേ സാധനം തിന്ന് കുത്തിരിക്കുന്ന ഒരു ഹിന്ദിക്കാരൻ ഞങ്ങളെ നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അയാളും പെട്ടതാണെന്നുള്ളത്. പിന്നെ അധികാരം ഒച്ചടുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഓല സ്വഭാവം മാറൽ തുടങ്ങി. പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഒന്നും തടിമ പിടിക്കലൂടെ ചെറ്റകളെ എന്ന് മലയാളത്തിലും പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. എന്നാലും വല്ലാത്തൊരു തിന്നലായി പോയി. 780 റുപ്യക്ക് 2 റൊട്ടിയേ.